അയ്യേ, പുലിമട പോണ ആൾക്കാണ് ഒരു പട്ടീനെ കാണുമ്പോ പേടി. ഇത് കണ്ടോ, ചെറിയ പട്ടിക്കുട്ടികളുണ്ട് കേട്ടോ, 2-3 ഇതിനെ കണ്ടിട്ട് പേടിച്ചോടുന്നു. എന്നിട്ടാണ് വെച്ചിട്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നല്ല. അവിടെ മേത്തോടരുത്, മേത്തോടല്ലേ പോ. പുലിമട കയറുന്ന ആൾക്കാട്ടോ പട്ടിക്കുട്ടികളെ കാണുമ്പോ പേടി. മേത്തോടല്ലേ പോ. ഇതാരോ ഇവിടെ കൊണ്ടുവന്ന് വിട്ടതാട്ടോ ഈ മടേൻ്റെ ഉള്ളിലേ. ഇത് വലിയൊരു ഗുഹയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ ആരോ കൊണ്ടുവന്ന് വിട്ടതായിരിക്കും ഇല്ലടാ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അല്ലേ പറയും. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വന്നിരിക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഒരു ക്യാമ്പിംഗ് വീഡിയോ അല്ല. അപ്പോൾ ഇവനെ ഒന്ന് ഇവനെ അങ്ങനെ കിട്ടുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിത്തിരക്കാണ്. പിന്നെ എനിക്കും വീഡിയോ എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ്. പിന്നെ അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു സുഹൃത്ത് ഇങ്ങനെ കമൻറ്റ് ചെയ്തിരുന്നു, ഒരു ഷോർട്സ് വീഡിയോ എങ്കിലും ഇട്ടിട്ടില്ലെങ്കിൽ ഇത് മോണിറ്റൈസ് കട്ടായി പോവും, നമുക്ക് എങ്ങനെയെങ്കിലും ഇതൊന്നും ഇത്രയും ആയതല്ലേ, ഇനി വെറുതെ കളയണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്തിരുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് പേര് നമുക്കിങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇത് കളയാനൊന്നും ആഗ്രഹിച്ചിട്ടല്ല കേട്ടോ, നമുക്ക് സാഹചര്യം കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല മഴയും നല്ല കാലാവസ്ഥയൊക്കെയാണ്, പക്ഷേ വീഡിയോ എടുക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല അല്ലേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് ഈ ഗുഹ നമ്മൾ പണ്ടൊരു ദിവസം കയറിയതാണ്, ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ഞങ്ങൾ 3 പേര് വന്നിട്ട്. അപ്പോൾ ഇവൻ പറഞ്ഞ് നമുക്ക് എന്തായാലും ഒരു ചെറിയ വീഡിയോ ഇടാം, അപ്പോൾ മോണിറ്റൈസും കട്ടാവില്ല അല്ലേ. അപ്പോൾ അങ്ങനെ വീഡിയോസൊക്കെ ഇട്ടിട്ട് കട്ടായി പോയാലോ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വന്നതാണ്. വന്നപ്പോൾ 3 പട്ടിക്കുട്ടികൾ അവിടെ ഉണ്ട്. വേണ്ട, തൊടുവേ അവിടെ മതി, അവിടെ നിന്നാ മതി. അപ്പോൾ ഈ പട്ടിക്കുട്ടികൾ ആരോ ഇവിടെ കൊണ്ടുവിട്ടതാട്ടോ, അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ ഈ പട്ടിക്കുട്ടികൾ വരില്ല, ഇവിടെ അങ്ങനെ വരില്ല. അപ്പോൾ ആരോ കൊണ്ടുവിട്ടതായിരിക്കും. അപ്പോൾ എന്തായാലും ഞങ്ങൾ മുകളിലോട്ട് കയറി നോക്കാം അല്ലേ. കയറി നോക്കാം. പട്ടിക്കുട്ടികളും ഹെൽമെറ്റും ഒക്കെ ഇവിടെ ഇരിക്കട്ടെ അല്ലേ. ഹെൽമെറ്റ് ഇവിടെ ഇരിക്കട്ടെ, കുഴപ്പമില്ലല്ലോ. എടുത്തിട്ട് പോവായിരിക്കും. വണ്ടി അവിടെ ഇരിക്കണല്ലേ, താക്കോൽ എടുത്തില്ലേ. എന്നാ കയറാം. നോക്കി കയറണം കേട്ടോ, സ്ലിപ്പാവും. അല്ല, ഒന്നാമത് മഴ കഴിഞ്ഞിട്ടേ കാണും. നമ്മുടെ കൂടെ വരികയാണല്ലോ പട്ടിക്കുട്ടികൾ. വന്നോട്ടെ, നോക്കി കയറിട്ടോ. നല്ല തണുപ്പുണ്ട്, പാമ്പൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്, പാമ്പൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട്. കണ്ടിട്ട് ലൈറ്റ് വേണടാ, ലൈറ്റ് എടുത്തിട്ടില്ലല്ലോ. ഇതിനുള്ളിൽ മലമ്പാമ്പൊക്കെ ഉണ്ടാവുമോ? ഇതല്ലേ നല്ല തണുപ്പുണ്ട് അങ്ങോട്ട്. ഇതാ ഇവിടെ ഒരു ഗുഹ, അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കയറി പോയി കിടക്കൂല. പണിക്കാരാ, നോക്കി കയറിട്ടോ. പണിക്കാരാ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി നടക്കൂല കേട്ടാ. കയ്യണ്ടോ വേണ്ടാന്ന് പറഞ്ഞിട്ട് കയ്യുമ്മയും പിടിക്കും. ഇതിന് മേളിൽ കൂടെ കയറാൻ പറ്റില്ലേ? നമുക്ക് അങ്ങോട്ടാണ് കയറണേ. നീ ലൈറ്റ് ഒന്ന് അടിച്ചേ, നീ കുറച്ച് നോക്കട്ടെ. നോക്കിട്ടോ, നോക്കി കയറണേ. പക്ഷെ ഇതിൽ കയറില്ലേ വെളിച്ചം വേണം ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ. വെളിച്ചമില്ലാണ്ട് എന്താ അറിയോ, ഇതിൻ്റെ ഉള്ളിൽ വല്ല പാമ്പോ കരിമൂർക്കനോ നീ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന. പിന്നെ അവിടെ ചെറിയൊരു ലൈറ്റ്, ഒരു വെട്ടം കാണുന്നുണ്ട്. അതോ കാണുന്നുണ്ടോ? ഇല്ല, ഒരു ചെറിയൊരു വെട്ടം കണ്ടില്ല, മേളിലൊരു വെള്ളപ്പാട്. അവിടെയല്ല എത്തേണ്ടത്, അവിടുന്ന് പോകണം. പക്ഷെ നമ്മൾ ആദ്യം ഇത് കയറിയ സ്ഥലമാണ്. പക്ഷെ ഇതായി മറ്റേ പാറ വന്നിട്ട്, ഇപ്പൊ ഈ മഴക്കാലല്ലേ, പാറ വന്ന് അടഞ്ഞു. ഇതുണ്ട്, ഇതൊക്കെ ഒരു പാറ വന്ന് കിടക്കുക. ഇതൊന്നും അങ്ങനെ ഇല്ലായിരുന്നു ആദ്യം, ഇല്ലടാ. ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ കയറി പോയതായിരുന്നു. ഇതിന്റെ ഉള്ളിലൂടെ ഒക്കെ കയറി പോയതാണ്. അപ്പൊ നമുക്ക് ഇതിലങ്ങ് കയറി നോക്കാം. പക്ഷെ ഇതൊക്കെ ഒരു ഡേഞ്ചർ സ്ഥലമാണ്. നോക്കി കേട്ടാ, നമുക്കേ അതിൻ്റെ ഉള്ളിലൂടെ, നമ്മളിപ്പോൾ നിന്ന സ്ഥലമല്ലേ, അതിൻ്റെ ഉള്ളിലൂടെ കയറിയ ഈ വലിയ പാറയില്ലേ, ഈ വലിയ പാറയുടെ ഉള്ളിലൂടെ കയറി അങ്ങ് മേളിലോട്ട് എത്താനുള്ള ഒരു ഗുഹയുണ്ട് അല്ലേ. പക്ഷെ ഇപ്പം പറ്റില്ല. വാ എടാ, ഇവിടെ എന്തോ ഉണ്ടല്ലോ. വേണ്ട, എന്തോ ഒരു ഗുഹ നിൽക്കട്ടെ, ഞാൻ കാണിച്ചു തരേ. എന്തെങ്കിലും കിടക്കണ സ്ഥലമായിരിക്കും. ഒരു ഗുഹ പോലെ കണ്ടോ, ഇവിടെയൊക്കെ കിടപ്പുണ്ടാവും കേട്ടോ. ഇതൊക്കെ ശരിക്കും പുലിയൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ നിന്ന് കയറി ഒരുമിച്ച് കയറി.
എടാ ഇവിടെ നിൽക്കണം. അങ്ങനെ കയറല്ലേ, നോക്കിയിട്ട് കയറി. നീ ശ്രദ്ധിച്ച് ഓരോ സൗണ്ട് കേട്ടില്ല. ഒന്ന് നോക്കിയിട്ട് വരാം. നോക്കിയിട്ട് വരാന്നാ, ശ്രദ്ധിച്ച് കയറാ. നിനക്ക് അങ്ങനെ പോലടാ, ഒറ്റയ്ക്ക് അങ്ങനെ പോവല്ലേ. എന്നാ വാ. ഉണക്കക്കമ്പിലൊന്നും പിടിക്കരുതിട്ടാ. ആ ഇവിടെ എത്തിയടാ എൻ്റെ മോനെ. അതൊക്കെയാ ആ സ്ഥലം, അടിപൊളി സ്ഥലം. ഇതാണ് നമ്മൾ കയറി വരാൻ ഉദ്ദേശിച്ച ഗ്യാപ്പ്. കണ്ടോ, ഇവിടുന്ന് പാറ ഒഴുകി വന്നിട്ട്, മേളിൽ നിന്ന് പാറ ഒഴുകി വന്നിട്ട് ഇങ്ങനെ ഒഴുകി ഇതുണ്ടോ, ഇതൊക്കെ ഇവിടെ കൂടെ കാരൊക്കെ കയറാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ കാറ് വീണിട്ടുണ്ടല്ലോടാ. അതെ അതെ, ഓക്കെ. എടാ അല്ലടാ, ഇതെന്തോ മാന്തിയ പാട്. ഇതേ എടാ പുലി, പുലി ഇടുവാ. എന്താ എടാ പുലി, ഇതാ നോക്ക്, ഇതുണ്ടോ. എടാ ശരിയടാ. താഴ്ന്ന് കയറുമ്പോ എന്തോ സ്മെല്ലുണ്ട് സ്മെല്ലുണ്ട് പറഞ്ഞില്ലേ? എനിക്ക് സ്മെല്ല് പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്തോ സ്മെല്ല് ഇങ്ങനെ അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? എടാ വേറെ പുലി 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 തന്നെ. അത് പുലി തന്നെയാണെന്നുള്ളത് 100% ഉറപ്പാണ്. എന്താ വെച്ചാൽ ഇത് പുലി ഉള്ള ഏരിയ ആണ്. ഞാൻ ഇനിയും കിട്ടുമോ നോക്കട്ടെ അതിൻ്റെ പാട്. എടാ നോക്കട്ടെ കേട്ടോ. എന്താ വെച്ചാൽ ഇത്രയും ലോങ്, ഇത്രയും ഇതിൻ്റെ ഉള്ളിലോട്ട് പോയി ഇത് കയറില്ല. അതായത് പട്ടികൾ കയറില്ല. അത്രയും ഒരു ഡേഞ്ചർ ഗുഹയാണിത്. ഞാൻ കാണിക്കാട്ടാ. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിലോട്ടാണ് ഒരു ഗുഹയുണ്ട്. അങ്ങോട്ട് ലൈറ്റ് ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ കണ്ണ് കാണുന്നില്ല. ലൈറ്റ് ഉണ്ടെങ്കിൽ സൂം ചെയ്യാൻ നോക്കട്ടെ. നിൽക്കൊരു മിനിറ്റ്. കണ്ടോ, സൂം ചെയ്താൽ പോലും കാണില്ല. നമുക്ക് സൂം ചെയ്താൽ പോലും കാണില്ല. അത്രയും ഉള്ളിലോട്ടൊരു ഗുഹ പോലെയാണ്. ഇതുകൊണ്ട് ഇതിൻ്റെ മേൽഭാഗം. നിൽക്കണ ഒറ്റക്ക് പോലെ. അത് ശരി, നീ എന്നെ ഇവിടെ നിർത്തിയിട്ട് നീ അങ്ങോട്ട് പോവേ? അതല്ല, അതിനെ കാണാൻ പറ്റുമോ നോക്കിയാ? എന്തിനെ? പുലിനെ. ആ പക്ഷെ നല്ല സ്ഥലമായിരുന്നു അല്ലേ ക്യാമ്പ് ചെയ്യാൻ. നമുക്കിനി മേലോട്ട് കയറണ്ട. എന്തേ തട്ടിപ്പോവോ? കിതക്കുണ്ട് അല്ലേ? അതൊക്കെ ഒരു ട്യൂബ് ലൈറ്റ് പോലൊരു ലൈറ്റ്. അവിടെ നമ്മൾ കയറി വന്നത് ആ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടോ അവിടെ. ആ ഗ്യാപ്പിൽ നിന്നാണ് നമ്മൾ കയറി വരേണ്ടത്. പക്ഷെ ഇവിടെ ആദ്യമൊക്കെ ഇതിലെ കയറായിരുന്നു. പക്ഷെ ഇപ്പം കല്ല് വന്നിട്ട് അടഞ്ഞുപോയി. അപ്പോൾ എന്തായാലും നമുക്ക് താട്ടിന് ഇറങ്ങലടാ. അങ്ങോട്ട് കയറണ്ടല്ലോ. ഇത് സംഭവം പുലി തന്നെടാ. ഇതാ നോക്ക്, ഒന്നുകൂടി നോക്കിക്കോട്ടോ. അറിയാവുന്നവരൊക്കെ കമൻറ്റ് ചെയ്തോ. ദേ വേണ്ട, നമുക്ക് താട്ട് പോടാ. ഇവിടെ സേഫ് അല്ല. ഇവിടെ ഒന്ന് കയറി നോക്കട്ടെ. വേണ്ടേ, അങ്ങനെ കയറല്ലേ. ഇവിടെ ഒന്ന് കയറി നോക്കിയിട്ടേ എന്താ അറിയണല്ലോ. മതി മതി, വാ വാ വാ. മേലൊക്കെ വേണ്ട, ഇങ്ങോട്ട് കയറുമ്പോ അനുസരിച്ചേ സ്മെല്ല് കൂടി കൂടി പറഞ്ഞത്. ഇവിടെ എന്തോ കുത്തി കയറിയ സ്മെല്ല്. എനിക്ക് പുലികൾക്ക് കടുവകൾക്കൊക്കെ സ്മെല്ല് ഉണ്ടാവൂടാ. നീ വാ, ഇറങ്ങ, ഇവിടുന്ന് പോവാ. നമുക്ക് ഇത് സേഫ് അല്ല. നമ്മൾ സേഫായിട്ട് ഒരു സാധനം കൊണ്ടുവന്നിട്ടുമില്ല. ഒരു കത്തി പോലും ഇല്ല ബാഗിൽ. ഇല്ല നടക്ക് നോട്ടെ. ഓ പറഞ്ഞില്ലേ, കൈ മുറിഞ്ഞാ തൊലി പോയില്ലേ? ഇതിന്റെ മേലെ ഭയങ്കര സ്മെല്ല്. ഇല്ലെങ്കിൽ പണിയാവും. സ്മെല്ല് കൊണ്ട് നിൽക്കാൻ വയ്യ. പിന്നെ ഞങ്ങളെന്തായാലും താഴോട്ട് തന്നെ ഇറങ്ങുകയാണ്. ഇത് ഇവിടെ ഭയങ്കര ഡേഞ്ചർ ഏരിയ ആണ്. കൊടും കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറയും പാറയുടെ എന്താണ് അതിൻ്റെ കണ്ണിന് ഇല്ല, എന്താ കണ്ണ് ഇങ്ങനെ ആക്കിയ പോലെ തോന്നി. പിന്നെ ഭയങ്കര പാറയും കൊടും കാടുമാണ്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. നോക്കിയിറങ്ങ. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ ഇവിടുന്ന് വിടുക. ഇല്ലടാ, ചാടട്ടെ? ആ നോക്കി ചാട്. നോട്ടെ, ചാട് നോക്കട്ടെ. ചാടി, നീ ഉണ്ടവിടെ, ചാടി. അയ്യേ, വീണില്ല. ഇനി വരുമ്പോൾ കുറച്ച് കയറൊക്കെ കൊണ്ടുവരണം. പിന്നെ അതിന് ഊഞ്ഞാലും ഇട്ടിട്ട് ഇരുന്ന് അവിടെ നോക്കിയിറങ്ങ. നമ്മൾ ഇതിൽ തന്നെയാണോ വന്നത്? അതിൽ തന്നെ. ഞാൻ അതിലിറങ്ങട്ടെ. നീ ക്യാമറ പിടിക്കുമോ? നോക്കിയിറങ്ങ കേട്ടോ. താട്ടന് പോലെ നോക്കിയിറങ്ങ. നോക്കിയിറങ്ങ കേട്ടോ. എൻ്റെ പൊന്നെ, ഇതൊരു കൊടും കാടാണ് കേട്ടോ. വമ്പം കാടാണ്. നോക്ക്,
ഇവിടെയൊക്കെ എന്ത് വന്നാലും അറിയില്ല നമുക്ക്. ഇത് കണ്ടോ കാട്ടില് കാപ്പിക്കുരു ഉണ്ടാവൂ? കാപ്പി ഇതൊക്കെ ഉണ്ടാവും ഇവിടെ ഓരോ പക്ഷികളൊക്കെ കൊണ്ടിട്ട്. ആ ഇതാ കാപ്പി ഇതായിക്കണല്ലോ. അതന്നെ അതുണ്ടാവും. അപ്പോൾ ഈ ഏരിയ ഒക്കെ നമുക്ക് വരികയാണെങ്കിൽ ശരിക്കും ഒരു 3-4 ആൾക്കാരുണ്ടെങ്കിൽ. പക്ഷെ മേലോട്ട് കയറാൻ പറ്റൂല. പിന്നെ മേലേക്ക് അതിൻ്റെ ചെറിയ ഇത്ര പോകുന്ന റൗണ്ട് കൂടെ ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ഉള്ളിൽ കൂടെ പോകണം. അതെന്നാ മേളിലെത്താം ഏറ്റവും ടോപ്പിലെത്തി. പക്ഷെ വവ്വാല് കൂട് കൂട്ടിയിട്ട് വവ്വാലാണ് നിറച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ പാറമേ ഇരിക്കണേ. അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ പോയതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് കയറിയതാണ്. പക്ഷെ ഇപ്പോൾ കയറാൻ പറ്റില്ല, അടഞ്ഞൂലേ? അടഞ്ഞു. വവ്വാല് കൊണ്ട്. പക്ഷെ ഇവിടെ എന്തൊക്കെയോ ഉണ്ടോ, അല്ലെങ്കിൽ ഇത്ര സ്മെല്ല് വരില്ല. നമ്മൾ ഈ മൃഗശാലയിലൊക്കെ പോകുമ്പോൾ സ്മെല്ലില്ലേ? നോക്കി ഇറങ്ങട്ടോ. ഇനി ഇവിടെ ഒരു ഗുഹ ഉണ്ട്, ഇത് ഇറങ്ങി അങ്ങോട്ട് താഴോട്ട് പോകണം. നമുക്ക് കാവലിന് ആൾക്കാരുണ്ട്. ഇവിടെ ആ വെളിച്ചം കണ്ടുണ്ടോ, അവിടെ എത്തണം നമുക്ക്. അതാ രണ്ട് നായ്ക്കുട്ടികൾ സൂക്ഷിച്ചോ, വഴുക്കേ. ഇവിടുന്ന് ചവിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇറങ്ങാനാണ് ഒരു പാട്. എൻ്റെ പൊന്നോ, ഇവിടുന്ന് ഇറങ്ങാനാണ് കുറച്ച് പാടിട്ടാ. നീയേ അങ്ങനെ ചാടി കഴിഞ്ഞാൽ എന്താ അറിയോ, കുറച്ചൊരു ചെറിയ കല്ല് സ്ലിപ്പായാൽ മതി. എന്താ പട്ടിക്കുട്ടികൾ കൂടെ വരുന്നത്. ഈ പട്ടിക്കുട്ടീനെ ആരോ ഇവിടെ കൊണ്ടുവിട്ടതാടാ. പറ നീ പറഞ്ഞു. പിന്നെ അപ്പം നമ്മളെ വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബറും ചെയ്യുക, പിന്നെ ബെല്ലൈക്കനും അമർത്തുക. പിന്നെ എന്താ, പിന്നെ ആശാനെ കിട്ടിയപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ഇപ്പോൾ അത് നമുക്കിപ്പോൾ അത് വലിയ ഒരു അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ അഡ്വഞ്ചറൊന്നും അല്ല, എന്നാലും ഒരു അഡ്വഞ്ചറാണ്. പക്ഷെ അഡ്വഞ്ചറായിട്ട് ചെയ്യാം അവിടെ. മേലോട്ട് കയറണം വിചാരിച്ചു. പക്ഷെ സ്മെല്ല് എനിക്ക് നമ്മൾ മൃഗശാലയിലൊക്കെ കയറുമ്പോൾ കിട്ടുന്നുണ്ടാവുന്ന ഒരു ഫീലിംഗ്. എന്തോ സംഭവം ഉണ്ട് അവിടെ, മാന്തിയ പാടൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ പന്നിയാണെങ്കിൽ അങ്ങനെ വരില്ലല്ലോ, പിന്നെ പട്ടി അങ്ങോട്ട് കയറൂല. ഭയങ്കര സ്മെല്ല്. എന്താ പറയുക, ഛർദ്ദിക്കാനൊക്കെ വരും അങ്ങോട്ട് നിന്ന് കയറി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും താഴോട്ട് ഇറങ്ങി. താഴെ വന്നപ്പോൾ ഈ 3 പട്ടിക്കുട്ടികൾ ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചാനലിൻ്റെ വരുന്നു പറയും. ചാനലിൻ്റെ എല്ലാം പറയും. ന്യൂസ് പറഞ്ഞു. നീ പറഞ്ഞു. ന്യൂസ് പറഞ്ഞു. നീ പറയും. പാറാ നീ അങ്ങ് പറഞ്ഞു. വേണ്ട എന്നാ ഇവിടെ ഇറങ്ങിക്ക്. പിന്നെ ചാനലിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ സഞ്ചാരം താഹിർ എന്നാണ് ഇവൻ്റെ ചാനലിൻ്റെ പേര്. ചെറിയ ചാനലാട്ടോ, ചെറിയൊരു ചാനലാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ, എന്നാലേ മുമ്പോട്ട് വരാൻ പറ്റുള്ളൂ. സഞ്ചാരം താഹിർ എന്നാണ് ഇവൻ്റെ ചാനലിൻ്റെ പേര്. അപ്പോൾ ഈ ഗുഹയിൽ കയറുന്നതിൻ്റെ 2-3 ഷോർട്സ് ഒക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിനകത്തുണ്ട്. പിന്നെ അത് മാത്രമല്ല വേറെ എന്തൊക്കെയോ വീഡിയോസ് കുറേ ഉണ്ട് അല്ലേ? കുറേ വീഡിയോസ് ഉണ്ട്. പിന്നെ കുറച്ച് വീഡിയോസ് ഉള്ളൂ. എത്ര ഉണ്ട്? ഒരു 170 ഉള്ളൂ. 170 വീഡിയോ ഉള്ളൂ, കുറച്ച് വീഡിയോ ഉള്ളൂ. പിന്നെ അപ്പോൾ എന്തായാലും അതെല്ലാവരും പോയി കാണുക, സബ്സ്ക്രൈബറൊക്കെ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് നമ്മളത്. പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ടാണ് ഞങ്ങളിത് അല്ലേ. അപ്പോൾ നല്ല മഴ പുറത്തുണ്ട്. പിന്നെ അതൊരു വലിയൊരു മലയാണ്. ആ മലയുടെ പേരെന്താ? അത് പിന്നെ ഇതാണ് ആ മല കേട്ടോ, വലിയ മലയാണ്. പിന്നെ ആ മല കയറാൻ ഞങ്ങൾ ഈ കാണിച്ച മല കയറാൻ ഞങ്ങൾ കുറേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കയറാൻ പറ്റില്ല. അതിൻ്റെ ഒരു റൂട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് കിട്ടും അല്ലേ, എന്തെങ്കിലും ഒരു ഈ മല മാത്രമേ ഉള്ളൂ ഞങ്ങൾ വയനാട്ടിൽ ഞങ്ങൾ കയറാത്തൊരു മല. ഇപ്പൊ ഈ കാണിച്ച മല മാത്രമേ ഉള്ളൂ. പക്ഷെ അത് രാവിലെ വന്നിട്ട് കയറേണ്ടി വരും. പക്ഷെ മേലെ കയറി എത്തുമ്പോ രാത്രിയാവും. എന്നാലും ഉച്ചയൊക്കെ ആവും, രാവിലെ തുടങ്ങിയ ഉച്ചയൊക്കെ ആവും മേളിൽ നമ്മൾ എത്തിപ്പെടാൻ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കയറണം. അറിയാവുന്നവർക്ക് അറിയാം, ഈ ഏരിയയിലുള്ളവർക്ക് അതിൻ്റെ റൂട്ട് അറിയാം. പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെ റൂട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും റൂട്ട് കിട്ടി, ഞങ്ങളും അതൊരു ദിവസം കയറും ഇല്ലടാ. ഈ സ്ഥലപ്പേര് എന്തായിരുന്നു? ഇതിന്റെ പേര് ചീനിക്കാമൂല ഗുഹ കേട്ടത്. ചീനിക്കാമൂല ഗുഹ എന്നാണ് ഇതിന്. അപ്പോൾ ആർക്കും വരികയാണെങ്കിലും കാണാട്ടോ, അമ്പലവയൽ പഞ്ചായത്തില് ചീനിക്കാമൂല ബോർഡൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പച്ച ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ബോർഡൊക്കെ ആരൊക്കെ മായ്ച്ചൊക്കെ കളഞ്ഞു. ഇവിടെ എന്താണ് സംഭവം എന്നറിയില്ല. ആദ്യം ഇതിനകത്ത് കയറാൻ ഒരു കയറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആ കയറൊന്നും ഇപ്പൊ ഇല്ല. കയറിലൊക്കെ പിടിച്ച് കയറാനും ഇഷ്യൂസ് ആയിട്ടാണോ എന്നറിയില്ല, ആരെങ്കിലും വീണിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഞങ്ങളുടെ അവസ്ഥ അല്ലേ. ആ ഞാൻ മല ഒന്നുകൂടി കാണിച്ചു കൊടുത്തോളൂ. ഇതാ മല അല്ലേ, ഇതാണ് മല കേട്ടോ. ഞങ്ങൾ എന്തായാലും ഒരു ദിവസം ഈ മല കയറും ഇല്ലടാ അല്ലേ. കയറണം. നീ അങ്ങട്ടാ
കൈ അവിടെ വരഞ്ഞിട്ടേ വേനെടുക്കണ്ടല്ലേ? ഏ ഇതാ ചീനിക്കാമൂല എന്നുള്ള ബോർഡ് കണ്ടാ? വരഞ്ഞില്ലേ കൈ എല്ലായിടത്തും വരഞ്ഞില്ലേ? നിന്നോട് പറഞ്ഞതല്ലേ ചാടിക്കാറില്ലേ. ഇതേ ചോര വരുന്നേ. ഇതേ ചാടിക്കയറല്ലേ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ആശാൻ കയറുള്ളൂ. കൈയൊക്കെ നല്ല ചോജവാന്നിരിക്കുന്നുണ്ട് വരഞ്ഞിട്ടേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗുഹ കേട്ടോ. ആ പട്ടിക്കുട്ടികൾ മഴ നനഞ്ഞ അവിടെ നിൽക്കുകയാണ്. ഞങ്ങളെന്തായാലും പതുക്കെ വിടാനുള്ള പരിപാടിയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. പിന്നെ അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമല്ലോ. ഇഷ്ടപ്പെടും അല്ലേ? എന്തായാലും ഇഷ്ടപ്പെടും, അതാണ് ഞങ്ങളുടെ വിശ്വാസം. പിന്നെ താഹിറിന്റെ ചാനൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സഞ്ചാരം താഹിർ എന്നാണ്. എല്ലാവരും ഒന്ന് പിന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ചെറിയ ചാനലാണ്, അത് സെറ്റാക്കി തരും എല്ലാവരും. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ അവസ്ഥ. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ. ഇവന്റെ ചാനൽ വീഡിയോ ഒന്ന് കയറി നോക്കുക. ഇവൻ തത്തമ്മയും ഇവനൊക്കെ ആയിട്ട് പാട്ട് പാടുന്നൊക്കെ ഉണ്ട്. നല്ല പാട്ടൊക്കെ പാടും ഇവനും തത്തമ്മ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവൻ ലൈവ് ഇടാറുണ്ട്. ഇവന്റെ ലൈവിൽ ഞാനും വരാറുണ്ട്. പിന്നെ ലൈവിൽ വന്നിട്ട് ഞാനാണ് കൂടുതൽ വർത്താനം പറയല് അല്ലേ. ഇവനങ്ങനെ വർത്താനം പറയില്ല. രാത്രി 11 മണിക്ക് ശേഷം അധികം ലൈവ് വരല്. എല്ലാരും സപ്പോർട്ട് ചെയ്യാ. ഞങ്ങൾ എന്തായാലും മഴയാണ്, പോകാനുള്ള പരിപാടി. അവൻ കോട്ടൊക്കെ എടുത്ത് റെഡിയാക്കി മഴയാണ്. പനി പിടിച്ചാൽ വീട്ടിൽ നിന്ന് ചീത്ത പറയും. അതാ, പനി പിടിച്ച വീട്ടിൽ നിന്ന് ചീത്ത പറയും. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. രണ്ടാളി എല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പൊ ഈ വീഡിയോസിന് എല്ലാവർക്കും വെയിറ്റിംഗ് ആയിരിക്കൂലേ. ഇപ്പൊ കൊറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ല. അപ്പൊ ചിലവര് പിന്നെ ചോദിക്കാറുണ്ട് ലൈവ് ഇടുമ്പോ, പണിക്കാരനെവിടെ വീഡിയോസ് കാണുന്നില്ലല്ലോ. അപ്പൊ ഇവനെ കണ്ടപ്പോ ഞാനൊന്ന് ഓടി വന്ന് ഈ ഗുഹന്റെ ഉള്ളിൽ കയറാന്ന് വിചാരിച്ചാണ്. അപ്പൊ അങ്ങനെ എന്തായാലും നമ്മൾ കയറി. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ടോ. പോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ. അതല്ലേ? ഓക്കെ കേട്ടോ.